ഒരു ഒരാൾ മരിച്ചു എന്ന് പറയുന്നു. മരിച്ചത് ഉൾവനത്തിലാണ്. അതും ഒരു ആദിവാസിയാണ്. ആ ഉൾവനത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങൾ ഇല്ല എന്നും കൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് അനാസ്ഥയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഉൾവനത്തിലാണ് ഈ മരണം സംഭവിച്ചത് കൊണ്ട് അത് പുറത്തെത്തിക്കുക എന്നുള്ളത് ഭയങ്കര ദുഷ്കരം തന്നെയാണ്. പിന്നീട് ആധുനികമായ രീതിയിലുള്ള ഹെലികോപ്റ്റർ മാതിരിയുള്ള സംഗതികൾ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ലോക്കേഷൻ ഈ പേഷ്യന്റിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ട ആളെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളോട് അത്ര വലിയ പുരോഗതിയൊന്നും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ പെയ്തിരുന്നു. അതാണ് ഈ ചാലിയാർ പുഴയിൽ വെള്ളം ജലനിരപ്പ് ഉയരാനും ഒപ്പം ഈ മറുകരയിലേക്ക് ഈ മൃതദേഹം എത്തിക്കുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടതും. ഒപ്പം ഇവരെയൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പുനരധിവാസമൊക്കെ സാധ്യമാക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അവരുടെ പുനരധിവാസം ശരിക്ക് സാധ്യമാക്കേണ്ടതാണ്. അവരെ ഉൾവനത്തിൽ നിന്ന് ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവരണം. അവരുടെ നിത്യ ജീവിതങ്ങൾ ആ കാട്ടിനോട് ചേർന്ന് തന്നെ നടക്കുന്നത് കൊണ്ട് അവര് കാട്ടിന് പുറത്തേക്ക് എത്തിക്കുക തന്നെ വേണം. പക്ഷെ അവര് കാട്ടിന് പുറത്തേക്ക് എത്ര വരാൻ തയ്യാറാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവർ ഗവൺമെന്റ് ചെയ്യാതെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് വേണം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇവർക്ക് ഗവൺമെന്റിന് എഴുതി ഞങ്ങൾക്ക് പുറത്തേക്ക് വരാനും പുറത്തേക്ക് വീട് ഉണ്ടാക്കി തരാനും ഒക്കെ ഗവൺമെന്റിനെ സമീപിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളെ സമീപിക്കാം. ഇതൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അവർ ഉൾക്കാട്ടിൽ തന്നെ താമസിക്കുക ആയിരിക്കാം, അല്ലാതെ അവർ വെളിയിൽ വരാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ അത്തരത്തിലായതുകൊണ്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ വന്നിരുന്നു. അവിടെ നിന്നും ഈ യഥാർത്ഥ പ്രശ്നം അവിടെയുള്ള വന്യജീവി പ്രശ്നം തന്നെയാണ്, ഈ ആളുകളുടെ പ്രശ്നം തന്നെ. അതൊക്കെ ഈ ചർച്ചയ്ക്ക് വന്നിരുന്നോ അല്ലെങ്കിൽ ഈ അധികൃതരുടെ മുന്നിലേക്ക് എത്തിയിരുന്നോ, ജനപ്രതിനിധികൾ ഇതിന് വേണ്ട ഒരു പരിഗണന കൊടുത്തിരുന്നോ എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമല്ലേ? അതെ, അത് ശരിയാണ്. പക്ഷേ ഇവർക്ക് ഈ ഉൾക്കാട്ടിലുള്ള ജനപ്രതിനിധികൾക്ക് ഈ ഉൾക്കാട്ടിലുള്ള ഈ ആദിവാസി സമൂഹത്തോട് പുറത്തേക്ക് വരാൻ എത്രത്തോളം അവർക്ക് എത്തിപ്പെടാൻ തന്നെ സാധിക്കും തോന്നുന്നില്ല. കാരണം അത്രയും ഉൾക്കാട്ടിലാണ് ഇവര് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജനപ്രതിനിധികളൊന്നും ഇവരെ സന്ദർശിച്ചിട്ട് പോലും ഉണ്ടാവില്ല, വോട്ടിന് വേണ്ടി പോലും അവിടെ സന്ദർശിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതേസമയം കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് പല പരിപാടികളും ഗവൺമെന്റ് ചെയ്തു വരുന്നുണ്ട്. അത് ചെയ്ത് ഈ നാട്ടാന ശല്യം, അതുപോലെ നാട്ടാന കൊണ്ടുള്ള മരണം, അതുപോലെ പുലി കൊണ്ടുള്ള മരണം, പല മരണങ്ങളും നമുക്ക് തടയാൻ സാധിക്കും. അതിനൊരു പരിധി വരെ ഈ ജനങ്ങളും കൂടെ സഹകരിക്കണം. കാരണം ജനങ്ങൾക്കും പേടി, മൃഗങ്ങൾക്കും പേടി. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഈ കാലാകാലങ്ങളിലായി ഉണ്ടാവുന്നു. ആ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റ രീതി നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വനങ്ങളിൽ അടുത്ത് താമസിക്കുന്ന സമയത്ത് എന്തായാലും ഈ വക മൃഗങ്ങൾ ഉണ്ടാവും. ആ മൃഗങ്ങൾ ഏത് സമയത്ത് ഇറങ്ങുന്നു ആ സമയത്ത് നമ്മൾ ആ വഴിക്ക് പോകരുത്. അതുപോലെ പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ വേറൊരു ഇതുകൂടെ, ഒരാളുടെ വീട്ടിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വന്ന സമയത്ത് ആന ചവിട്ടിക്കൊന്നു എന്നൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് വായിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം അപകടകരമായി വരുന്നതാണ്. പക്ഷെ ഇവര് കൂട്ടായിട്ടാണ് ആ കോളനിയിൽ താമസിക്കുന്നത് എങ്കിൽ ഇവർക്ക് ആവശ്യമായ ആ കോളനിയെ അല്ലെങ്കിൽ എന്താണ് പറയുക, ആദിവാസി സമൂഹത്തെ വേർതിരിക്കാനുള്ള ചില എന്ന് വെച്ചാൽ ആനകളുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ് മറ്റുള്ള ഈ വീടിനോട് ചേർന്ന് ചുറ്റും സ്ഥാപിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കണം. അതുതന്നെയാണ് ഈ നമ്മൾ പറയുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് ഈ കാലാകാലങ്ങളായി ആ ഉൾക്കാട്ടിൽ താമസിക്കുന്നവർ തന്നെയാകും. ഒരു പക്ഷെ നമ്മൾ പുറത്തുനിന്ന് പോയി കൊല്ലപ്പെടുന്ന ആളുകളല്ല, അവിടെയുള്ള ആളുകൾ. അവർക്ക് ഈ കാടിൻ്റെ സ്വഭാവം, മൃഗങ്ങളുടെ സ്വഭാവം, മൃഗങ്ങളുടെ ഒരു ഏത് വഴിയാണ് അവർ പോകുന്നത്, ഏത് മേഖലയിലാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കൂടാൻ കാരണം? അത്തരത്തിൽ ഈ വന്യജീവികളുടെ എണ്ണം പെരുകുന്നതാണോ അതോ മനുഷ്യന്റെ മറ്റെന്തെങ്കിലും ഇടപെടലാണോ? എന്താണ് മൃഗങ്ങൾ ഇത്തരത്തിൽ അക്രമാസക്തരാകുന്നതിന്റെ ഒരു കാരണം?
അല്ല, നമുക്ക് ഒരു സിംഗിൾ കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്ന്, ഇപ്പം മഴക്കാലമാണ്. മഴക്കാലത്ത് ഉൾക്കാട്ടില് ഈ മൃഗങ്ങൾക്ക് എന്തായാലും പ്രത്യേകിച്ച് എന്താണ് ഈ ആന മാതിരിയുള്ള മൃഗങ്ങൾക്ക് പിന്നെ ആഹാരം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വെളിയിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചക്ക മാതിരിയുള്ള വിഭവങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരിക്കൽ അവർ ശീലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഒരിക്കൽ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണം പിടിച്ച് അവിടെ എത്തുകയും ആ സമയത്ത് നമ്മുടെ മുന്നിൽ പെടുന്ന ജനങ്ങളാണ് ഇത് മിക്കവാറും പിന്നെ അതിദാരുണമായി മരണപ്പെടുന്നതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ അവിടെ താമസിക്കുന്ന ആദിവാസികളായിക്കോട്ടെ മറ്റു ജനങ്ങളായിക്കോട്ടെ ഈ മൃഗങ്ങളുടെ സ്വഭാവം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് മൃഗങ്ങൾ വന്ന് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നിന്നു കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. അല്ലാതെ നമ്മൾ കാട്ടിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പോൾ റോഡിൽ നിത്യേന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലും നിത്യേന ഓരോ ദിവസവും കാട്ടുമൃഗങ്ങളുടെ അറ്റാക്ക് കൊണ്ട് മരിക്കുന്നതായിട്ടും അത് അല്ലെങ്കിൽ പരിക്കേൽക്കുന്നതായും ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാടിന്റെ സ്വഭാവം, കാട്ടിലെ വന്യമൃഗങ്ങളുടെ സ്വഭാവം ഈ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടുകാരും അതുപോലെ തന്നെ ആദിവാസികൾ അവർക്ക് എന്തായാലും ഇത് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര എന്ന് വെച്ചാൽ വേറെ നാട്ടുകാരും കൂടെ അതിനകത്ത് കയറി ഈ ആനകളെ അല്ലെങ്കിൽ അതുപോലെ മറ്റേ ജീവികളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് കൂടെ സംശയമുണ്ട്. എന്തായാലും ആദിവാസി സമൂഹം ആനകളെ ഒന്നും ഉപദ്രവിക്കില്ല. അത് വളരെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷെ വെളിയിൽ നിന്നുള്ള നാട്ടുകാരെ അതിനകത്ത് കയറി വല്ലതും ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഗവൺമെന്റ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതാരാണ് ചെയ്യേണ്ടത്? കാരണം ഇത്തരത്തിലൊരു വന്യജീവികളുടെ കണക്കെടുപ്പും അത് കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട ഒരു കാര്യം തന്നെയല്ലേ? കാരണം ഈ ആദിവാസികൾ ആണ് ഇത്തരത്തിൽ ഈ ആക്രമണങ്ങൾക്കൊക്കെ ഇടയാകുന്നത്. മറ്റെന്തെങ്കിലും ഇടപെടൽ ഈ ഒരു ഉള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് അറിയേണ്ടത് ഈ ഉദ്യോഗസ്ഥരും സർക്കാരും വനവകുപ്പും ഒക്കെ തന്നെയല്ലേ? അതെ, അത് തീർച്ചയായും അവർ തന്നെയാണ്. വനം വകുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ വനം വകുപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു വകുപ്പുകളും ഇത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇവർക്ക് തന്നെ കേരള ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽപ്പ് കൂടെ സ്വീകരിച്ച് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ച് അവരെയും കൂടെ ഹെൽപ്പോട് കൂടി ഈ വന്യമൃഗങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയും അവ തെറ്റുവരുന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ ആവശ്യമായ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുകയും അതുപോലെ തന്നെ ഉൾക്കാട്ടിൽ വസിക്കുന്ന ആദിവാസികളെ വെളിയിലോട്ട് കൊണ്ടുവരാൻ നിരന്തരമായി അവരോട് ഇടപഴകി അവരെ വെളിയിലോട്ട് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ആരായും എല്ലാം ചെയ്യേണ്ടത് ഫോറസ്റ്റ് വകുപ്പും അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന പഞ്ചായത്ത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അങ്ങനെ അതിനടുത്ത് കിടക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളെങ്കിൽ അവരും കൂടെ ശ്രമിക്കണം. അതുപോലെ MLA അവിടുത്തെ ശ്രമിക്കണം. ഇവരെല്ലാവരും കൂടെ ശ്രമിച്ച് അവർ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്നും നമ്മൾ ഈ മരണങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.